ഹരികുമാർ സർ നമസ്കാരം. നമസ്തേ. ഒരു ഞെട്ടിപ്പിക്കുന്ന ആരോപണം പുറത്തു വരികയാണ്. DRDOയുടെ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മിലിറ്ററി റഡാറുകൾ ഉക്രൈന് വിറ്റിരിക്കുന്നു. അത് അങ്ങനെ ചെയ്തത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ കുറേയധികം ദുരൂഹതകളുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് വിറ്റത്? സാറിന് അറിയാവുന്നതുപോലെ ഇപ്പോൾ പോളണ്ടിൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ടയോഫിൻ ബാർട്ടോസ്കി അദ്ദേഹം ഒരു കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും വ്ളാഡിമിർ പുടിനെ പിന്തിരിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ റഡാർ വിൽപ്പനയ്ക്ക് ബന്ധമുണ്ട്? റഡാർ വിൽപ്പന ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. ഈ വിവരം പുറത്തു വന്നത് ഈ കഴിഞ്ഞ ദിവസം DRDOയുടെ മുൻ ചെയർമാൻ എന്ന് വെച്ചാൽ അധിക കൊല്ലം മുമ്പൊന്നുമല്ല, അദ്ദേഹം 2025 വരെ അദ്ദേഹം തന്നെ ആയിരുന്നു ചെയർമാൻ, സമീർ വി കമത്ത് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. യുക്രൈൻ ഉപയോഗിക്കുന്ന മിലിറ്ററി റഡാറുകൾ ഇന്ത്യ വിറ്റതാണെന്ന്. അതായത് റഷ്യയെ നേരിടാനായിട്ട് യുക്രൈൻ ഉപയോഗിക്കുന്ന പല മേഖലകളിലും ഇന്ത്യൻ റഡാറുകളാണ്. അത് കാണിക്കുന്നത് ഇന്ത്യയുടെ വളർന്നു വരുന്ന ഒരു മിലിറ്ററി ശക്തിയാണ്. ഇത് അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു വാർത്ത പുറത്തു വന്നിരുന്നു. യുക്രൈൻ ഉപയോഗിക്കുന്ന പീരങ്കി ഷെല്ലിൽ പലതും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ യുക്രൈന്റെ ഡ്രോണുകളിൽ ചില ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ സർക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, സർക്കാർ ഒരിക്കലും യുക്രൈന് ഷെല്ലുകളോ അതല്ലെങ്കിൽ ഡ്രോണുകളിൽ ഉപയോഗിക്കാവുന്ന പാർട്സോ ഒന്നും വിറ്റിട്ടില്ല. അത് യൂറോപ്പിലുള്ള മറ്റൊരു രാജ്യത്തിന് ഇന്ത്യ വിറ്റത് അവരുടെ കൈവശത്ത് നിന്ന് അവർ യുക്രൈനിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും എന്നാണ് ഭാരത സർക്കാർ വിശദീകരിച്ചത്. അതായത് ഈ ഡ്രോണിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഡുവൽ യൂസ് ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള ചില വസ്തുക്കളാണ്. അതായത് അത് ഒരേ സമയം സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളിലും ആ പാർട്സ് ഉപയോഗിക്കും, അതുപോലെ തന്നെ മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ളതിലും ഉപയോഗിക്കും. നമ്മൾ കയറ്റി അയക്കുന്നത് അത് യഥാർത്ഥത്തിൽ സിവിലിയൻ ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കാം, പക്ഷെ അത് വാങ്ങിക്കുന്ന ആള് പിന്നീട് അത് മിലിറ്ററി ഉപയോഗത്തിനായിട്ട് മറിച്ചു വിറ്റു. ഇതാണ് അന്ന് പറഞ്ഞത്. അതെന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. ആ വലിയ സൈനിക ശക്തിയാണ് അതിന്റെ ഒരു തെളിവാണ് യുക്രൈന് അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ഏറ്റവും പുതിയ ഉപകരണങ്ങൾ കിട്ടുന്ന യുക്രൈൻ ഇന്ത്യയുടെ റഡാർ പ്രിഫർ ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ്? സമീർ വി കമത്ത് യുക്രൈനെ മാത്രമല്ല എടുത്തു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം 6 രാജ്യങ്ങളെയാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, ഞാനത് അവയെ അക്കമിട്ട് പറയാം: മ്യാൻമാർ, കമറൂൺ, അർമീനിയ, ഈജിപ്ത്, യുക്രൈന്, ലൈബീരിയ. ഇതിൽ അവസാനത്തെ 3 പേരുകൾ, ഈജിപ്ത്, യുക്രൈൻ, ലൈബീരിയ, ലോകത്തെ ഞെട്ടിച്ചു. അതിൽ യുക്രൈൻ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചു. ഈജിപ്തും ലൈബീരിയയ്ക്കും ഇത് വിറ്റ് എന്ന് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ വേറൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുക, റഷ്യയുമായിട്ട് ഇത്രയും സൗഹൃദത്തിൽ നിൽക്കുന്ന ഇന്ത്യ യുക്രൈന് ഈ ഉപകരണം വിറ്റത് റഷ്യയോടുള്ള ഒരു ചതിയല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു മറു ചോദ്യമുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ സൗഹൃദമാണ്. ഇന്ത്യയുടെ ആത്മസുഹൃത്താണ് റഷ്യ. പക്ഷെ റഷ്യ Su-30 വിമാനങ്ങൾ ചൈനയ്ക്ക് വിറ്റിട്ടുണ്ട്. ചൈന ഇന്ന് ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനുകൾ പലതും റഷ്യയുടെ AL 31 എഞ്ചിൻ കുടുംബത്തിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത എഞ്ചിനുകളാണെന്ന് ചൈന ഉപയോഗിക്കുന്നത്. അപ്പോ റഷ്യക്ക് ചൈനയ്ക്ക് ഉപകരണം വിൽക്കാമെങ്കിൽ ഇന്ത്യക്ക് യുക്രൈനും വിൽക്കാം. ലോകത്ത് അങ്ങനൊക്കെ തന്നെ നടക്കുന്നത്. ലോകത്തില് നമുക്കിപ്പം ഞാനും ഗൗതമും സുഹൃത്തുക്കളാണെന്ന് വെച്ച് ഗൗതമിന്റെ ശത്രു, ഇപ്പൊ ഞാനൊരു കട നടത്തുകയാണ്, ഞാനൊരു പലചരക്ക് കട നടത്തുന്നു. ഗൗതമിന്റെ ശത്രു അവിടെ വന്നാലും ഞാൻ ചിലപ്പോൾ പഞ്ചാര വിറ്റെന്നിരിക്കും, ഞാൻ ചിലപ്പോൾ മുളക് വിറ്റെന്നിരിക്കും.
ഞാനും ഗൗതവും തമ്മിൽ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അത് എന്റെ കടയിലെ കച്ചവടം ഞാൻ മുടക്കത്തില്ല. ഇത് ലോകമെല്ലാം ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഫോറിൻ പോളിസിയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. പക്ഷെ അങ്ങനെ വിൽക്കുമ്പോഴും റഷ്യക്കെതിരെ പ്രയോഗിക്കാനുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പിനാക റോക്കറ്റ് സിസ്റ്റമോ അങ്ങനെയൊന്നും വിറ്റിട്ടില്ല. റഷ്യ മാരകമായിട്ട് പരിക്കേൽപ്പിക്കാനുള്ള, ഇത് പ്രതിരോധിക്കാനുള്ള ഉപകരണമാണ്. റഡാർ കൊണ്ട് റഷ്യയുടെ പിന്നെ വിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഷെല്ലാക്രമണമോ ഒക്കെ പ്രതിരോധിക്കാനുള്ള പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അത് വിറ്റിരിക്കുന്നത്. യൂറോപ്പിലെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള അർമീനിയ സർവ്വ ആയുധങ്ങളും ഇന്ത്യയുടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അവർ തുടക്കമിട്ടത് സ്വാതി എന്ന് പറയുന്ന റഡാർ വാങ്ങിച്ചുകൊണ്ടാണ്. സ്വാതി എന്ന റഡാർ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറാണ്. അതായത് ഷെല്ലുകൾ, പീരങ്കി ഷെല്ലുകൾ വന്നാൽ ആ പീരങ്കി എവിടെ ഇരിക്കുന്നു എന്ന് സ്വാതി റഡാറിന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡ്രോൺ വന്നാൽ, അതല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിലുള്ള ആയുധങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കുമ്പോൾ, റോക്കറ്റ് നമുക്കെതിരെ, അതായത് ഈ അർമീനിയക്കെതിരെ പ്രയോഗിക്കുമ്പോൾ, അസർബൈജാൻ അർമീനിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അസർബൈജാന്റെ എല്ലാവിധ ആയുധങ്ങളും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇത് അർമീനിയെ സഹായിക്കുന്നുണ്ട്. ഇവിടെയാണ് ലോകം തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ ഒരു ആയുധത്തിന്റെ ഒരു കരുത്തും ശക്തിയും. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ പ്രിഫർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ശരിക്കും യൂറോപ്പൊക്കെ പണ്ട് ഇന്ത്യയെ പുച്ഛത്തിൽ കണ്ടിരുന്ന രാജ്യങ്ങളാണ്. കാരണം അവർക്ക് ഇന്ത്യക്ക് ഇതുപോലെ ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇതെല്ലാം മാറിയത് ഇസ്രായേൽ ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിൽ, ഇസ്രായേൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഏറ്റവും ഒടുവിൽ ഈ അടുത്ത സമയത്ത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. സുഡാനിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നിടത്ത് സുഡാന്റെ സർക്കാർ സൈന്യം ഉപയോഗിക്കുന്ന പല അമ്യൂണിഷൻസ് 90% ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളിൽ ഒന്നായിട്ട് വളരെ വേഗം ഇന്ത്യ മാറിക്കൊണ്ടിരിക്കും. 2030 ഇപ്പൊ ലോകത്തിലെ 10 വലിയ ആയുധ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. 2030 കഴിയുമ്പോഴത്തേക്കും അത് ലോകത്തിലെ 5 വലിയ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറാനാണ് സാധ്യത. നമ്മുടെ നാട്ടിൽ വളരെ നല്ല ശക്തമായ ഒരു യുദ്ധോപകരണ നിർമ്മാണ ആവാസ വ്യവസ്ഥ, ഒരു ഇക്കോസിസ്റ്റം രൂപം കൊണ്ടു കഴിഞ്ഞു. ആ ഇക്കോസിസ്റ്റം തീർച്ചയായിട്ടും അതിന്റെ മൂല്യം ലോകത്തെ മിക്ക രാജ്യങ്ങളും ഇപ്പൊ തിരിച്ചറിയുന്നു. അത് ഒരു മടിയും കൂടാതെ ഇന്ത്യ ഒരു 3ാം ലോക രാജ്യമാണെന്നൊക്കെയുള്ള സായിപ്പിന്റെ വെളുത്ത തൊലിക്കാരന്റെ ഒരു സ്വന്തം അപകർഷതാബോധത്തിലാണ് ഇന്ത്യയെ അവരങ്ങനെയൊക്കെ കളിയാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഈ ഉള്ളിലുള്ള അപകർഷതാബോധം പുറത്തു കാണിക്കുന്നത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടാണ്. ഞാൻ ഏതാണ്ട് വലിയ ആളാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ കാണിച്ച് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഇന്ന് വെള്ളക്കാരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇസ്രായേല് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിച്ച്, കുറഞ്ഞ ചെലവിലുള്ള ആയുധം വാങ്ങിച്ച് അവർക്ക് പിന്നെ അവരുടെ ആയുധപ്പുരകൾ നിറച്ചപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ മനസ്സിലായി ഇതിനിയും ഇവരുടെ നിന്ന് വാങ്ങിക്കാതിരുന്നാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല, നമുക്കായിരിക്കും നഷ്ടം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവർ വാങ്ങിക്കാൻ തുടങ്ങി. അർമീനിയാണ് തുടക്കമിട്ടത്. ഇപ്പൊ പല രാജ്യങ്ങളും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രഹസ്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിലൊന്നും പേര് ഇന്ത്യ പുറത്ത് പറയാറില്ല. റഷ്യ പോലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കാനായിട്ട് ആദ്യം മടിച്ചിരുന്നു. കാരണം റഷ്യ ചിന്തിച്ചിരുന്നത് റഷ്യൻ ടെക്നോളജിയാണ് ഇന്ത്യക്ക് തരുന്നത്, അപ്പൊ പിന്നെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എന്തിനാണ് ആയുധം വാങ്ങിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകം തിരിച്ചറിയുന്ന S-400 റഷ്യ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഇഫക്റ്റീവായിട്ട്, കാര്യക്ഷമമായിട്ട് യുദ്ധത്തിൽ ഉപയോഗിച്ചത് ഇന്ത്യയാണ്. അതിന്റെ കാരണം നമ്മുടെ ശക്തമായ റഡാർ നെറ്റ്വർക്കുകളും നമ്മുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമാണ്. അതായത് പല സോഴ്സസിൽ നിന്നും കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുകയും അതുപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആയുധങ്ങളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ S-400 റഷ്യ ഉണ്ടാക്കിയെടുത്ത ആയുധമാണെങ്കിലും അത് ഉപയോഗിച്ചപ്പോൾ അതിന്റെ കാര്യക്ഷമത ഏറ്റവും കൂടുതൽ തെളിയിച്ചത് ഇന്ത്യയാണ്. അപ്പൊ റഷ്യക്കും അത് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ചില ആയുധങ്ങളൊക്കെ വാങ്ങാനുള്ള ചർച്ചയിലാണ്. പിന്നെ നമുക്കറിയാം ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായിട്ടുണ്ടാക്കിയ ബ്രഹ്മോസ്, റഷ്യയുടെ P-800 ഓങ്സ് എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഇതിന്റെ ഒരു പ്രാക്തന രൂപം, അല്ലെങ്കിൽ അതാണ് അടിസ്ഥാന രൂപം. അതിൽ നിന്നാണ്
ഈ ബ്രഹ്മോസ് എന്ന മിസൈൽ നമ്മൾ പിന്നീട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മോസ് മിസൈലിൽ നിന്ന് നമുക്ക് വിൽക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യയുടെ അസ്ത്ര മിസൈല് എയർ ടു എയർ മിസൈലാണ്. ആ അസ്ത്ര മിസൈല് സൗദി അറേബ്യക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇന്ത്യ കൊടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൊടുക്കുന്ന അസ്ത്ര മിസൈല് പാകിസ്ഥാന്റെ കൈവശം എത്തിയില്ലെങ്കിലും അതിന്റെ അടിസ്ഥാന ഫീച്ചേഴ്സ്, പ്രത്യേകതകള് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിലേക്ക് എത്തിയാൽ അവർക്കത് കാര്യക്ഷമമായിട്ട് തടയാൻ പറ്റും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രുക്കൾ പോലും ഇന്ത്യയുടെ ആയുധങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വസ്തുത, അതൊരു ഒരേ സമയം ഒരു അംഗീകാരമാണ്. പക്ഷെ മറുഭാഗത്ത് അത് ചില ചോദ്യങ്ങൾ ഉയർത്തി. ഇപ്പോ അതുകൊണ്ടാണ് റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ഇന്ത്യൻ റഡാർ യുക്രൈന് വിൽക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വന്നത്. അവിടെ അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. റഷ്യക്ക് ഇന്ത്യയുടെ ശത്രുവായ ചൈനയ്ക്കും റഷ്യ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോ റഷ്യയുടെ ശത്രുവായ യുക്രൈനും ഇന്ത്യക്കും ആയുധങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പക്ഷേ റഷ്യയെ ആക്രമിക്കാനുള്ളതല്ല, യുക്രൈനെ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു തരത്തിലുള്ള ആയുധങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ വിൽക്കുന്നത്. എന്തായാലും ശരി, റഡാറിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇപ്പം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, എയ്സാ റഡാർ, ആ എയ്സാ റഡാർ ഇപ്പൊ നമ്മൾ നിർമ്മിച്ച നേത്ര, അത് ഉപയോഗിക്കുന്ന അവാക്സ് വിമാനങ്ങൾ, എയർബോൺ ഏർലി വാർണിംഗ് വിമാനങ്ങൾ നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഓപ്പറേഷനിലാക്കുകയാണ്. അതുപോലെ തന്നെ വിരൂപാക്ഷ എന്ന മറ്റൊരു എയ്സാ റഡാർ, ഈ വിരൂപാക്ഷ റഡാർ ആണ് ഇപ്പൊ SU-30 ഘടിപ്പിക്കാൻ പോകുന്നത്. ആ സെൻസറുകൾ എന്ന് പറയുന്ന ചെറിയ അതിന്റെ വെർഷൻ. അപ്പോ ഇതൊക്കെ കാണിക്കുന്നത് റഡാറിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ വളരെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി, ഗാലിയം നൈട്രൈഡ് ടെക്നോളജി, അത് നമ്മുടെ എയ്സാ റഡാറുകളിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തന്നെ കുറച്ചു ദിവസം മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. ഫോട്ടോണിക് റഡാർ, അതുപോലെ ക്വാണ്ടം റഡാർ, ഈ രണ്ട് മേഖലകളിലും ഇന്ത്യ ഗവേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. ഫോട്ടോണിക് റഡാർ ആദ്യമായിട്ട് ഉപയോഗക്ഷമമാക്കുന്ന രാജ്യം ഇന്ത്യയാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇന്ത്യയും അമേരിക്കയും ചൈനയും ആണ് ഈ ഫോട്ടോണിക് റഡാറുകളുടെ ഗവേഷണത്തിൽ ഒരേപോലെ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യ ആയിരിക്കും ഒരുപക്ഷെ അത് ആദ്യം ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്ന നമ്മുടെ പല വിമാനങ്ങളും ഇനി ഒരേ സമയം തന്നെ ഈ സിങ്ക് ചെയ്ത ഇൻഫ്രാറെഡും റേഡിയോ വേവും രണ്ടും ഉപയോഗിക്കുന്ന സെൻസറുകൾ നമ്മുടെ വിമാനങ്ങളിൽ വരും. സെൻസർ എന്ന് കേട്ടോണ്ട് അത് റഡാറി അല്ല എന്ന് വിചാരിക്കേണ്ട. യഥാർത്ഥത്തിൽ റഡാർ ഒരു തരം സെൻസറാണ്. അപ്പോ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റഫർ എന്ന ഒരാളുണ്ടായിരുന്നു. ഈ DRDOയുടെ ചെയർമാനായിട്ട് അദ്ദേഹം കുറെ നാളിരുന്നു. ആ ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് യഥാർത്ഥത്തിൽ ഈ റഡാറുകളുടെ വികസനത്തിൽ വലിയ മുന്നേറ്റം നടത്തിയത്. ആ ഡോക്ടർ ക്രിസ്റ്റഫറെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാതിരിക്കുന്നത് നന്ദികേടാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആണ് ഈ APJ അബ്ദുൽ കലാം എങ്ങനെയാണോ നമ്മുടെ മിസൈൽ മാൻ എന്ന് നമ്മൾ പറയുന്നത്, അതുപോലെ റഡാർ മാൻ എന്ന് നമ്മൾ വിളിക്കേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്റ്റഫർ. ഗോവക്കാരനോ മറ്റോ ആണ്, അതോ മംഗലാപുരംകാരനോ, ഈ മലയാളിയല്ല. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഈ റഡാർ മേഖലയിലുള്ള നമ്മുടെ ഒരു വലിയ മുന്നേറ്റം, ഞാൻ ഒരു വസ്തുതയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു 4-5 വർഷം മുമ്പ് വരെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം ഷെല്ലിംഗ് ആയിരുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് പീരങ്കികൾ ഉപയോഗിച്ച് നിരന്തരം ഷെല്ല് വർഷിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയെ തിരിച്ച് ആക്രമിച്ചു. പക്ഷേ ഒരു 2022-23 ശേഷം പിന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ മടിക്കുകയെ. നമ്മൾ വിചാരിക്കും അവര് പിന്നെ കുറച്ചുകൂടെ ഒരു ബോധമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഒന്നുമല്ല. ഇന്ത്യ അതിർത്തിയിൽ സ്വാതി എന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വിന്യസിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ ഈ മനമാറ്റം ഉണ്ടായത്. അതായത് അവിടുന്ന് ഒരു ഷെല്ല് ഇങ്ങോട്ട് വിട്ടാല് അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ആ പീരങ്കി, ആ ബാറ്ററി മുഴുവൻ നമ്മൾ മിസൈൽ അയച്ചോ നമ്മുടെ പിന്നെ പീരങ്കികൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ചോ തകർത്തുകൾ. അപ്പൊ പാകിസ്ഥാൻ അത് മനസ്സിലായി. പാകിസ്ഥാന്റെ പീരങ്കിയേക്കാൾ റേഞ്ച് ഇന്ത്യൻ പീരങ്കികൾക്ക് വന്നു എന്നത് മറ്റൊരു കാര്യം. പക്ഷെ സ്വാതി റഡാർ അതിർത്തിയിൽ വിന്യസിച്ചതാണ്, വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വിന്യസിച്ചാണ് അതിന്റെ കാരണം. എന്തായാലും ശരി, റഡാറുകളുടെ കാര്യത്തിൽ
ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി നമസ്കാരം.